അത് ആ സമയത്ത് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ നമ്മളുടെ തിന്മകൾ ആ കുട്ടിയിൽ പ്രചരിക്കുകയില്ല. നമ്മുടെ ആ ചിന്ത, ആ സമയത്ത് നമ്മുടെ ചിന്ത എന്താണോ അത് ഈ കുട്ടിയിൽ ബാധിക്കുന്നു, കുട്ടിയുടെ ജന്മത്തിൽ ബാധിക്കുന്നു. അതിന്റെ ബീജം തുടങ്ങുന്ന സമയമാണ്. പക്ഷെ നമ്മൾ എത്ര തന്നെ മോശപ്പെട്ട ആളാണെങ്കിലും ആ സമയത്ത് ദുആ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടി നല്ലതാവണമെന്നുള്ള ചിന്ത മനസ്സിലുണ്ട്. ആ ചിന്ത കാരണം നമ്മളുടെ ആ മോശത്തിന്റെ പാരമ്പര്യമായിട്ടുള്ളതിന് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ആ ദുആ പിന്നെ നമ്മൾ പുതിയത് വേറെ കൊടുക്കുന്നല്ലാതെ നമ്മുടെ കയ്യിലുള്ളത് ഒന്നും നമ്മൾ കൊടുക്കാതെയാണ് അവിടെ വെച്ചത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ദുആ ചെയ്യിക്കണം. അതിന് വേറെ പണിയൊന്നുമില്ല. സാധാരണഗതിയിൽ പിന്നെ നമുക്ക് ഒരാൾ ബെഡിൽ വരുമ്പോഴും സൂറ ഫാത്തിഹ ഓതുന്നു, ആയത്തുൽ കുർസി ഓതുന്നു, കയ്യിൽ ഓതുന്നു, ആ കൈ മുഖത്ത് തടവുന്നു, ബാക്കി ശരീരത്തെ എത്തിയ ഭാഗങ്ങൾ തടവുന്നു. ഇങ്ങനെയുള്ള ഒരു ചിന്തയുമായിട്ട് ഒരുമിച്ച് കിടക്കുന്ന ആൾക്ക് ദുആ ചെയ്യാൻ ഓർമ്മ ഉണ്ടാവും. അത് സാധാരണ ചെയ്യേണ്ട കാര്യം. അതേപോലെ തന്നെയാണ് ആ പിന്നെ പർട്ടിക്കുലർ സമയത്തും അതിനുവേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ബാങ്കിന്റെ ഘട്ടം വരുന്നത്. ഇതിന്റെ ഇടയിലുള്ള ഘട്ടത്തിൽ ഗർഭിണിയായ സ്ത്രീകളിൽ ഏറ്റവും നല്ല നിലയിൽ ഉള്ള ചിന്തകൾ മാത്രമേ വരുത്താവൂ. ആ നേരത്ത് അനാവശ്യമായ സംസാരങ്ങളോ അനാവശ്യമായ ചിന്തകളിലേക്ക് പോയാൽ അതും കുട്ടികളെ ബാധിക്കും. ഈവൻ നമ്മൾ പറ്റിപ്പിടിച്ച് കിടക്കുന്ന കുട്ടികൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന ദുഷ്ടചിന്തകൾ അതിലേക്ക് പ്രചരിക്കുന്നു എന്നാണ്. അതിലേക്കത് പോകുന്നു, അതിലേക്കത് പ്രായസ്കർജാത്തിയാണ് പ്രചരിച്ചു വരുന്നു എന്ന് പറയും. അപ്പൊ അതേപോലെ ഗർഭസ്ഥ ശിശുവിനെ പരിഗണിച്ചുകൊണ്ട് ഹുദൂർ പറയണം, ആ കുട്ടിയോടുള്ള റഹം ചെയ്തുകൊണ്ട്, അതിനോട് കരുണ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളിലും അതിന് മാറ്റി വെക്കണം. ലിവസാനി വന്ന ഒരു അനുഭവം പറയണം. ഒരു കുട്ടി രണ്ട് മാതാപിതാക്കൾ തമ്മിലടിച്ചു. അപ്പൊ കുറച്ചിങ്ങനെ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കാണ്. അപ്പൊ അയൽവാസിയായ ഒരു കുട്ടി അവിടെ ഉണ്ടായി, മസിമോന്റെ കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി ആണ് പിന്നെ താലിയോട് ഇത് പറയും. അപ്പൊ കുട്ടീനെ ഇങ്ങനെ കണ്ടപ്പോ ഇവർക്കൊരു ചമ്മല്, അങ്ങനെ നമ്മള് തമ്മിലടിക്കുന്ന കുട്ടി കണ്ടല്ലോ. അപ്പൊ ഒരു പതുക്കെ വന്ന് ചമ്മലിൽ കൂടി ഒരു ഉരുളലുണ്ട്, വീണോടത്ത് കിടന്ന് ഉരുളാന്ന് പറയും. ആ നിലയില് പറഞ്ഞേ, നിങ്ങളെ വീട്ടില് വാപ്പിയും ഒക്കെ അങ്ങനെ തമ്മില് പ്രശ്നം ഉണ്ടാകലുണ്ടോന്ന്. ആ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, ഒരു സന്തോഷമായി. അപ്പൊ എന്താ ചെയ്യലേ, എന്റെ ഉമ്മ ദേഷ്യം പിടിച്ച സമയമാണ് ഉപ്പ ഉണ്ടായിരുന്നു, ഉപ്പ ദേഷ്യം പിടിച്ച സമയമാണ് ഉമ്മ ഉണ്ടായിരുന്നു. ആ ചെയ്യല് ഹരിവൽ സാനി പറയണം, ആ കുട്ടിയിലുണ്ടായ പ്രതികരണമാണ്. ആ കുട്ടിക്ക് എത്ര വലിയൊരു പ്രതികരണമാണ്. ആ വീട്ടിൽ വേറൊരു വഴക്കുണ്ടാകുമ്പോൾ അവിടെ എങ്ങനെയാണ് പ്രതികരിച്ച് കുട്ടി ആലോചിച്ചൊക്കെ. ആ വീട്ടിൽ നിന്ന് അടി ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യലെന്ന കുട്ടിയിൽ അത്രയും അത് ഹുദൂർ പറഞ്ഞ ഈ കുട്ടി 4 വയസ്സായ കുട്ടിയാണ്, അല്ല വലിയൊരു കുട്ടിയല്ല. 4 വയസ്സായ കുട്ടിയിൽ ആ വീട്ടിലുള്ള ആ പ്രതികരണം അതിലുണ്ടായിരുന്നു. അപ്പം ബാങ്ക് കൊടുക്കൽ അവിടുന്ന് തുടങ്ങിയാണ്, അവിടുന്ന് നമ്മൾ ആ കാര്യങ്ങളിലേക്ക് നീങ്ങിയാണ്. ഫസ്റ്റ് പിന്നെ ദുആ, അതിനുശേഷം രണ്ടാമത്തേത് ബാങ്കിൽ നിന്ന് തുടങ്ങണം. മൂന്നാമത്തെ പിന്നെ നമ്മൾ ആദ്യത്തെ വിട ജനിച്ചതിന് ശേഷമുള്ള എടുക്കുക, രണ്ടാമത്തെ ഘട്ടം. അതായത് ഒന്നാമത്തെ ബാങ്ക്, രണ്ടാമത്തെ കഴിയുമ്പോഴേ കുട്ടി എപ്പോഴും ഇതിന്റെ ഒരു ഭാഗം ഞാൻ നേരത്തെ ഈ വിഷയത്തിന്റെ പ്രാധാന്യം അറിയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും വൃത്തിയായിട്ട് വെക്കണം. അതായത് ഒരു വിധത്തിൽ അഴുക്കതിന്റെ പേരുണ്ടാവില്ല. ചെരുപ്പിടാതെ പുറത്തേക്ക് പോയാൽ ഉടനെ കാല് കഴുകി ചെരുപ്പിടേക്ക് പോയി. പുറത്ത് നടക്കുമ്പോൾ പിന്നെ കയ്യിൽ അഴുക്കുണ്ടാവും, കാലിൽ അഴുക്കുണ്ടാവും, അതോടനെ കഴുകി വൃത്തിയാക്കി അതിനെ ശീലിപ്പിക്കുക ചെറുപ്പത്തിൽ. കാരണം അഴുക്കാണ്. ഖലീഫ സാനി പറയുന്നത്, ഗലാസത്ത് की वजह से जो गुनाह पैदा होते हैं उनसे बचा रहेगा. അങ്ങനെ നമ്മൾ ചെയ്താൽ പിന്നെ ഈ വൃത്തികേടുകൾ ഉണ്ടായ അതിന്റെ ഉടനെ ആ പിന്നെ മേലെ ശരീരത്തിൽ അഴുക്കുകൾ ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ തിന്മകളാണ് അതുകൊണ്ട് ഉണ്ടാവുന്നത്. ആന്തരികമായി പുറത്തുള്ള അഴുക്കുന്ന ആന്തരികമായിട്ട് തിന്മകൾ ഉണ്ടാവും. അതിനെക്കുറിച്ച് സാനി പറയുമ്പോഴാണ് പറഞ്ഞ് മൂത്രമൊഴിച്ചാലും പിന്നെ മലവിസർജനം നടത്തിയാലും ഉടനെ കഴുകിയിരിക്കണം. കഴുകാതിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവില്ല. അതിന് ഖലീഫത്ത് മസീഹ് സാനി പണ്ട് കാലത്തുള്ള ആൾക്കാർ പറയുന്നത് എന്തെങ്കിലും തുടച്ചിടുന്ന സ്വഭാവമാണ്. ഇന്നത്തെ മറ്റേ ഫ്ലോട്ടിംഗ് പേപ്പറിന്റെ സ്വഭാവം ഏകദേശം അത് തന്നെയാണ്. ഏതായാലും ഉടനെ അത് കഴുകിയിട്ടില്ലെങ്കിൽ ആ സമയത്ത് അവിടെ വെച്ച് തിന്മകൾ തുടങ്ങാൻ ചെയ്യുന്നത്. ഈ വിശുദ്ധി ചെറുപ്പത്തിൽ കുട്ടി, അതിന് പിന്നെ ഖലീഫത്ത് മസീഹ് പറഞ്ഞ ഒരു വാക്യം വായിച്ചേപ്പിക്കാം. അല്ലെ പിന്നെ എന്റെ മേത്തേക്ക് അതിനെ അങ്ങനെ പറഞ്ഞെന്ന് തോന്നണ്ട.
പിന്നെ शायद बाज़ लोग ये कहें कि ये काम तो औरतों का है, ये सही नहीं है. ചില ആളുകൾ വിചാരിക്കൽ ഇത് പെണ്ണുങ്ങളെ പണിയാണല്ലോ, കുട്ടികളല്ല, ആ സ്ത്രീകളെ പണിയാണെന്ന് വിചാരിക്കുന്നുണ്ട്. അത് തെറ്റാണ്. മगर पहले मर्दों में ख्याल पैदा होगा तो औरतों में भी होगा. ആദ്യം പുരുഷന്മാരിൽ ഈ ചിന്ത ഉണ്ടെങ്കിൽ മാത്രമുള്ള സ്ത്രീകളിലേക്ക് ആ ചിന്ത പോകാം. അത് അങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ പെണ്ണുങ്ങളാണ് വൃത്തിയാക്കേണ്ടതെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. കുട്ടി പെണ്ണിന്റെ ഒറ്റ കാര്യമാണ്. അതുകൊണ്ട് ആ ചിന്ത അയാൾക്കുണ്ടായിരിക്കണം. അയാൾ കണ്ടാൽ ഉടനെ ചെയ്യണം. അതാണ് പെണ്ണും കൂടി ചെയ്തെങ്കിൽ മാത്രമേ. ഞാനത് പ്രത്യേകം പറയാൻ കാരണം ഇത് അങ്ങനെ തന്നെ പെണ്ണുങ്ങളെ തലയിലിടുന്ന ഒരു സ്വഭാവം നമുക്ക് അവപ്പോലത്തെ ആൾക്കാർക്ക് ഉണ്ട്. കാരണം കുട്ടികൾ ഇപ്പോൾ ആവല്ലോ അവരെ കിട്ടുന്നത്. സാധാരണ ഹരിതോസി റാബി തമാശ പറയുന്നത്, കുട്ടികളെ സ്നേഹം കൊണ്ട് കുട്ടികളൊക്കെ ഞാൻ നോക്കണം എന്ന് പറഞ്ഞിട്ട് നോക്കണം. അപ്പോൾ കുട്ടികൾ മൂത്രമൊഴിച്ചാൽ കൊണ്ടേക്കുന്നു. അതേ ഉള്ളൂ സ്നേഹം. മൂത്രമൊഴിക്കുന്നവരെ കുട്ടി നമ്മളതാണ്, മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവളാണ്. അപ്പൊ നമ്മളെ സ്നേഹം അത്രേ ഉള്ളൂ ഉണ്ടാവുകയെന്ന് പറഞ്ഞു. സാനിയൊരു ഹലിയത്ത് റാബിയർക്ക് കുട്ടികളോടുള്ള സ്നേഹം ആണിന്റെ പെണ്ണിന്റെ സ്നേഹത്തിനെ വ്യത്യാസപ്പെടുത്തി തമാശക്ക് പറഞ്ഞാൽ സംഗതി ഉള്ളതാണ്. കുട്ടിയാവാം പിന്നെ മൂത്രമൊഴിച്ചാൽ ഒരു പക്ഷേ നമ്മളൊന്നും സഹിച്ചെന്ന് വരും. രണ്ടാമത്തതാണെങ്കിൽ എന്തായാലും ഒരു പെണ്ണെന്നെ വരണം എന്നുള്ള ചിന്താഗതിയാണ് ഒരു 90% ആളുകൾക്കുള്ളത്. പക്ഷെ കുട്ടികളുടെ വൃത്തിയെക്കുറിച്ച് അവർ വരാൻ താമസമുണ്ടെങ്കിൽ അത് വിചാരിച്ചിട്ട് പെണ്ണുങ്ങൾ ഒഴിവാക്കുന്നത് പരിപാടി ഇപ്പോൾ അവരെ മേത്ത് കിട്ടുകൊടുത്തേക്കുന്നു എന്ന് വിചാരിച്ച് സമ്മാനിക്കണ്ട. അവിടെ അടുത്തുള്ള ആരാണോ ആദ്യം ചെയ്യാൻ ആർക്കാണോ സാധിക്കുക അവരാണ് കുട്ടികൾ. ഇതാണ് സംസ്ഥാനം. അടുത്തുള്ള ആണാണെങ്കിൽ ആദ്യം ചെയ്യാൻ അവർക്ക് കഴിച്ചാൽ അതല്ല. പെണ്ണുങ്ങളാരും വിട്ടിട്ട് ആണുങ്ങളാരും പറഞ്ഞേക്കണം മറ്റേ പറഞ്ഞു കേട്ടില്ലേ. അപ്പൊ ഞാൻ പരിപാടി നോക്കിക്കൊള്ളുന്നുണ്ട്, ഇവർക്ക് പണിയാക്കുന്ന പണി ഉണ്ടാവും. ആരാണോ അടുത്തുള്ളത്, എൻ്റെ കുട്ടിയാണ്, അതൊരു നിമിഷം കഴിയുമ്പോൾ കേടുവരിക. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് നീങ്ങണം എന്ന നിലയിലായിരിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഹുസൂർ പറയുന്നു, अगर बच्चे को साफ रखा जाए और जूं जूं वो बड़ा हो उसे बताया जाए कि उन मकामात को सफाई से धोना जरूरी होता है. അതായത് മൂത്രമൊഴിക്കുമ്പോഴും മലവിസർജനം നടത്തുമ്പോഴും എപ്പോഴും വൃത്തിയായി വെക്കുകയും അത് വലുതാകുന്നതിനനുസരിച്ച് അവിടെ എപ്പോഴും വൃത്തിയുള്ളതായി വെക്കണമെന്ന് കുട്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ वो शहवानी बुराइयों से बहुत हद तक महफूज रह सकता है. ലൈംഗികമായിട്ടുള്ള തിന്മകളിൽ നിന്ന് ആ കുട്ടി ഒരു പരിധി വരെ രക്ഷപ്പെടും, അല്ലെങ്കിൽ അതിന് രക്ഷപ്പെടാൻ സാധ്യമല്ല. ये तरबियत पहले दिन से ही शुरू होनी चाहिए. ഈ തെർബിയത്ത് ആദ്യ ദിവസം മുതൽ കുട്ടികൾക്ക് തുടങ്ങേണ്ടതാണ്. ഇത് നാളത്തെ മറ്റന്നാളത്തെ കാത്തിരിക്കുന്നതല്ല, ജനിച്ച അന്ന് മുതൽ തുടങ്ങേണ്ടതാണ്. രണ്ടാമത്തെ സംഗതി, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൃത്യസമയത്തെ കൊടുക്കാവും. അത് കുട്ടിക്കാരനെ പറഞ്ഞാൽ പാൽ കൊടുത്തിട്ട് കുട്ടിയുടെ വായു മൂടുന്ന പരിപാടി ഉണ്ടാവില്ല. കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് പാലാവട്ടെ എന്താവട്ടെ അതിന് ക്ലിപ്തമായ സമയം ഉണ്ടായിരിക്കണം. ആ സമയം പാലിക്കാൻ കഴിയുന്ന ആളുകൾ കൃത്യമായി നമസ്കരിക്കുന്നവരായിരിക്കും എന്നുകൂടി അതിവസമത്തിൽ സാന്നിധ്യത്താൻ പറഞ്ഞു. അത് കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞ സംഗതി നിസ്കാരത്തിനെ കൃത്യമാക്കിയ ബാക്കിയൊക്കെ കൃത്യമാണ്. കാരണം അതിന്റെ നാലോടാണ് ബാക്കിയെല്ലാം കൃത്യത കണക്കണം. അത് ഇടയിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് തിരിച്ച് മധ്യഭാഗത്തേക്ക് തിരിച്ചാണ്. ഭക്ഷണം കൊടുക്കുന്നത് ബച്ചേക്കോ ബച്ചേക്കോ വക്തെ മുക്കററ പത്ത് ദേനി ചായി. കൃത്യമായ സമയത്ത് മാത്രമേ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാവൂ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഖ്വാഹിഷാത്ത് ദബാവ്, അതിന്റെ ആഗ്രഹങ്ങൾ അടക്കാനുള്ള കഴിവുണ്ട്. അതിപ്പം ഭക്ഷണം ഇപ്പോൾ കിട്ടൂല, കുറച്ചായിട്ട് കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ വിശന്നാല് കുട്ടിക്ക് അത് വലുതായി വരുമ്പോൾ അങ്ങനെ തിരിച്ചു വരും. ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന സമയം വരെ അതിന്റെ ആഗ്രഹത്തെ അത് അടക്കി ഒതുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. അതേ സമയത്ത് പറഞ്ഞ് കുട്ടികൾ ഓടിച്ചാടി കളിച്ചിട്ടിലേക്കും അതെന്താണ് കൃത്യസമയത്ത് ചെയ്യുന്ന കാര്യം, കുട്ടി ഇപ്പൊ കളിക്കായിരിക്കും, കളിക്കുന്ന രസത്തിലായിരിക്കും ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. അപ്പൊ നമ്മൾ ഉടനെ തന്നെ കുട്ടി കളിച്ചു വരട്ടെ വിചാരിച്ച് കാത്തിരുന്നാൽ, ആ സമയം മാറ്റി വെച്ചാൽ, ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഭക്ഷണം കൊടുക്കാതിരുന്നാൽ കുട്ടി കളിച്ച് ക്ഷീണിച്ച് ഭക്ഷണത്തിന് സഹിക്കാൻ വയ്യാതെ പാഞ്ഞു വരും. അപ്പൊ നമ്മളെന്ത് പറയാൻ ചൂടാകട്ടെ, അതിനുള്ള സമയം കുട്ടിയെടുത്തുണ്ടാവില്ല. കുട്ടി സീരിയസ് ആയിട്ടാണ് വന്നിട്ട് വിശന്നിട്ടാ ചോദിക്കുന്നത്. അപ്പൊ കണ്ടതൊക്കെ എടുത്ത് വലിച്ചെറിയലോ അല്ലെങ്കിൽ കെട്ടിനോ അതെടുക്കും, അത് വേണ്ടാന്ന് പറഞ്ഞു. അവസാനം ചൂടാക്കി കൊടുത്താൽ ഇതും വേണ്ടാന്ന്. അപ്പൊ അവിടെ നിന്നിട്ട് പിന്നെ പ്രശ്നങ്ങളെ വീട്ടിലുണ്ടാവുള്ളൂ, വീട്ടിലുള്ള മുഴുവൻ പ്രശ്നമാണ്. അപ്പൊ അതിന് ആ സമയത്ത് തന്നെ ആ ഒരു വാശിയിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മളാണ്. ആ ക്ലിപ്ത സമയത്ത് തന്നെ അത് കൊടുത്തിരിക്കണം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് കൃത്യസമയത്ത് കുട്ടിയിൽ കൊടുക്കുന്നതുകൊണ്ട് കുട്ടി എന്തെല്ലാം തിന്മ കൊടുക്കാതിരുന്നുണ്ടാവുന്ന തിന്മകൾ എന്ത്, കൊടുത്താലുണ്ടാവുന്ന നേട്ടങ്ങൾ എന്ത് എന്ന് ഖലീഫത്തുൽ മസീഹ് സാനി എണ്ണി പറയാം. അതുകൊണ്ട് എന്താ പറയുന്നത്, ചോരി लूट खसोट वगैरह बहुत सी बुराइयां ख्वाहिशात को ना दबाने की वजह से पैदा होती हैं.
ആഗ്രഹങ്ങളെ അടക്കി ഒതുക്കി വെക്കാനുള്ള കഴിവാണ് അതുകൊണ്ട് കിട്ടുക. ആഗ്രഹങ്ങൾ അടക്കി ഒതുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കളവും തട്ടിപ്പറിയും കൊള്ളയും ഒക്കെ കുട്ടികൾ പഠിക്കാനുണ്ടായ കാരണം ഇതാണ്. ഭക്ഷണം സമയത്ത് കൊടുക്കൽ കാര്യങ്ങളല്ല. അതുകൊണ്ട് കിട്ടാൻ പോകുന്ന ഗുണം എന്താണ്? കൊള്ളക്കാരനും കള്ളനും ആവൂല. ആവുകയാണെങ്കിലോ അത് കൊടുത്തിട്ടില്ലേലോ കൊള്ളക്കാരനും കള്ളനും ആവാനുള്ള ഒരു ഏണിപ്പടി നമ്മളോയ പരങ്ങനെ ഏണി വെച്ചു കൊടുത്തവർ നമ്മൾ വെച്ചു കൊടുത്തു എന്നുള്ളതാണ് താൻ പറഞ്ഞത്. ഇതാണ് ചെയ്യുന്നത്. കള്ളനും കൊള്ളക്കാരനുമാകുന്ന മനുഷ്യന് തന്റെ ആവേശങ്ങളെ ഒതുക്കി നിർത്താനുള്ള കഴിവുണ്ടാവില്ല. അത് ചെറുപ്പത്തിലാണ് ആദ്യം തുടങ്ങുന്നത്. ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒതുക്കി നിർത്തുന്ന കഴിവുണ്ടാവുന്നത്. ചില ആൾക്കാർക്ക് വിശപ്പിന് കണ്ണടങ്ങണം, വേറെ എന്തും സഹിക്കും, വിശപ്പ് സഹിക്കാൻ കഴിയില്ല എന്ന് പറയും. അത് ഈ തരത്തിലുള്ള പ്രയാസമുള്ള ആളുകളാണ്. ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിച്ചിരിക്കുകയാണ്. ആർക്കാ സഹിക്കാൻ വയ്യാത്തപ്പോ എനിക്കറിയില്ല. രണ്ടാമത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിച്ചിരിക്കുന്നുണ്ട്. ഏതോ ഒരാൾക്ക് സഹിക്കാൻ കഴിയില്ല ഉറപ്പാണ്. അതൊക്കെ ഏതായാലും അത് പിന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ പ്രയാസം ഉണ്ടാവില്ല, കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല. ഹുസൂർ പറയുന്നു, जब बच्चा रोया माँ ने उसी वक्त दूध दे दिया. കുട്ടി കഴിഞ്ഞ ഉടനെ തന്നെ ഉമ്മന് പാല് വാങ്ങി. ഇത് അതിനെതിരായിട്ടുള്ളതാണ്. ऐसा नहीं करना चाहिए. ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ല. ബൽക്ക് മുഖറ വക്ത് പർ ദൂത് ദേനാ चाहिए. കൃത്യസമയത്താണ്, ഒരു ക്ലിപ്തമായ സമയത്ത്, കൃത്യമല്ല ക്ലിപ്തമായ സമയത്ത്, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടിക്ക് പാല് കൊടുക്കണം. ആ സമയം വരുമ്പോൾ കുട്ടി തന്നെ ഓടി ഓടി അതങ്ങനെ ശീലിച്ചു വരുമ്പോൾ ആവശ്യത്തിലായി മാറും. അതേപോലെ വലുതായി വരുമ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന സമയം ഇങ്ങനെയാണ്, ഈ സമയത്ത് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ കഴിപ്പിക്കണം. അങ്ങനെ ചെയ്താലുണ്ടാകുന്ന ഗുണം പുതുവെന്നും പാപന്തിയ വക്തി കാഴ്ച, സമയം പാലിക്കുന്നതിനുള്ള ഒരു ബോധം കുട്ടിയിലുണ്ടാകും. സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് ഖ്വാഹിഷ് കുതുബാന, തന്റെ ആഗ്രഹങ്ങളെ അടക്കി ഒതുക്കാനുള്ള കഴിവ്, സെഹത്ത്, അവന്റെ ആരോഗ്യം നന്നാവും. മിൽക്കർ കാം കർണിക്ക് ആദത്ത്, ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച് പണിയെടുക്കാനുള്ള, അതൊരു ടീം വർക്കിനുള്ള കഴിവ് ഉണ്ടാവും. കാരണം എല്ലാവരും ഒരു സമയത്ത് ഒന്നിച്ച് ചേർന്ന് ഭക്ഷണം കഴിക്കുന്നു, അതൊന്നും അതിന്റെ ശരീരം അതിനനുസരിച്ച് ഒരുങ്ങി വരുന്നു. അവർക്ക് ജമാഅത്തായിട്ട് പ്രവർത്തനം ചെയ്തൊക്കെ ചിലർ ഒറ്റയാനായിട്ട് മാറിക്കും. എന്താണെന്ന് വെച്ചാൽ അമ്പിളിമാമ എന്ന് പറഞ്ഞ മേപ്പിട്ട് നോക്കി കണ്ടോർത്ത് കൊണ്ടിട്ട് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരാണ്. കുട്ടിയുടെ വയറ് മാറിയും, പക്ഷെ സ്വഭാവം അവിടെ നിന്നിട്ട് പുറത്തേക്ക് വലിച്ചെറിയായിരിക്കും ചെയ്യുന്നത്. അതേസമയത്ത് ഒരിടത്തിരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ബോധത്തോടു കൂടി ദുആ ചെയ്തിട്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇസ്രാഫി ആദത്തിനും ദുർവ്യയം ചെയ്യുക. കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുമ്പോൾ ക്ലിപ്തമായിട്ടുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന് മറ്റെന്താ വെച്ചാൽ അപ്പോഴും തിന്നുന്ന കുട്ടികൾ കിട്ടുമ്പോൾ അതുപോലെ ഒന്നുകൂടി മാറും. ആ വിശപ്പിന്റെ കഷ്ണം എങ്ങനെയാണ്? അപ്പൊ ഒന്നുകൂടി മാറുന്നതാണ്. തിന്നാൻ അയ്യറത്തില്ല, കണ്ണെന്നറിയില്ല, വയറെന്നറിയില്ല, അപ്പൊ ബാക്കി വലിച്ചത്. ആ സ്വഭാവം കൊണ്ട് ഇസ്രാഫാണ് ഉണ്ടാകുന്നത്. അതായത് ദുർവ്യയം, ആവശ്യമില്ലാത്തതിന് ചെലവാക്കുന്ന സ്വഭാവം. വേറൊരു സംഗതി ലാലച്ച് മുക്കാബില ശ്രമിക്കുകയാണ്. അത്യാഗ്രഹത്തിന് ശക്തമായി പിടിച്ചു നിർത്താനുള്ള കഴിവ് ഈ ക്ലിപ്തമായ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് കിട്ടുന്നത്. അതിന് ഹുസൂർ പറയുന്നത്, ബദാറിലൊരു സാധനം കാണുന്നു, ഭക്ഷണം കഴിക്കാൻ തിന്നുന്ന സാധനം, ടോഫി ആണെന്ന് എന്തെങ്കിലും കാണുക. അപ്പൊ ഉടനെ തന്നെ കുട്ടി കഴിക്കാം, അപ്പൊ വാങ്ങി. അതേ സമയത്ത് അത് വാങ്ങുക, ഭക്ഷണം കഴിക്കുന്ന സമയം നമുക്കുണ്ട്, ആ സമയത്ത് നമുക്ക് കഴിക്കാം. വാങ്ങി കൊടുക്കുക, വാങ്ങി പുറത്തല്ല, കയ്യിൽ പിടിച്ചോ, നമുക്ക് രാവിലെ കഴിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഭക്ഷണത്തിന് ശേഷം കഴിക്കാം എന്ന് കുട്ടിയെ ചെറുപ്പത്തിലെ പഠിപ്പിച്ച് അതിനെ കയ്യിൽ വെക്കാം. നേരെ മറിച്ച് അതില്ലെങ്കിൽ എന്താണ്, കണ്ടതിനൊക്കെ കാര്യം ചിലപ്പോൾ ബസ് പോകുമ്പോഴേക്കും കാര്യം കുടുങ്ങിപ്പോകും. ഞാനൊക്കെ അനുഭവസ്ഥനാണ്. ബസ്സിന് കരഞ്ഞിട്ട് ബസ് ഇറങ്ങിയിട്ട് വാങ്ങി കൊടുക്കേണ്ട ഗതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കട്ടി നിൽക്കൂല, ശ്വാസം പൊട്ടിക്ക് എന്തോ ആയിപ്പോന്ന് പേടിച്ചു പോകും. അപ്പൊ അങ്ങനെ ആ കരച്ചിലിനെ നിർത്തി അത് കുട്ടിക്ക് സാധനം കണ്ടു വാങ്ങാം, പക്ഷെ തിന്നുന്ന സമയത്ത് തിന്നുള്ളൂ എന്നുള്ളത്. അതാണ് എന്നെ പഠിപ്പിക്കാനുള്ളത്. വളരെ പ്രയാസമുള്ള സമയത്ത് വായിക്കാനും ക്ലാസ്സിക്കാനും എളുപ്പമുണ്ട്. കയ്യിലേക്ക് എത്തുമ്പോൾ കേൾക്കാനും എളുപ്പമുണ്ടാവും. പക്ഷെ ഇത് കയ്യിൽ കുട്ടിനെ കിട്ടുമ്പോഴാണ് സംഗതി എളുപ്പമുണ്ടാവുക. എത്ര എളുപ്പമാണ് കല്യാണം കഴിക്കാത്തവരൊക്കെ വിചാരിക്കണം അങ്ങനെയൊന്നും ഞാൻ പരിപാടി വേണ്ടാന്ന് വിചാരിക്കും. ഇത്രയും പുറത്താണെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോണ്ടെന്ന് വിചാരിക്കണ്ട. കാരണം ഇതൊക്കെ ഇത്രയും ക്ലിപ്തമായി പറഞ്ഞു തന്ന് ഔലിയാക്കളുടെ ഒരു സമൂഹമായി വാർത്തെടുക്കാൻ വളരെ പ്രതീക്ഷയോടുകൂടി ദുആയോടുകൂടി അള്ളാഹ് സ്വന്തം എനിക്ക് തന്ന അറിവ് എന്ന് പറഞ്ഞ് തന്ന ഭാഗങ്ങളാണ്. അതായത് ആർക്കും കൊടുക്കാത്ത അറിവ് 1400 കൊല്ലമായിട്ട് എന്റെ റബ്ബ് എനിക്ക് തന്നതാണ് എന്ന് പറഞ്ഞാണ് ഈ പ്രഭാഷണം ഖലീഫത്തുൽ മസീഹ് സാനി ആരംഭിക്കുന്നത്. അപ്പൊ അത് നമ്മളൊരു വിരുന്നിന് വിളിച്ചാൽ, കുറെ ആൾക്കാരെ ഒഴിവാക്കിയിട്ട് നമ്മളെ വിരുന്നിന് വിളിച്ചാൽ നമുക്ക് അവരോടൊരു സ്നേഹം ഉണ്ടാവും.
ആ വിരുന്ന് നമ്മൾ കാലുകൊണ്ട് തട്ടിക്കളില്ല. നമ്മൾ മാന്യമായിട്ട് അവർ ഭക്ഷണം കഴിച്ചാൽ സ്നേഹം കാണിക്കണം. ഇതേപോലെ ലോകത്ത് എത്രയോ ആൾക്കാർ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു വിരുന്നെന്ന നിലയിൽ റബ്ബ് ഇറക്കി കൊടുത്ത മായിലേക്ക് ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് പങ്കുവെച്ചതാണ് നമ്മുടെ ഖലീഫ എന്ന ഒരു സെൻസോടുകൂടി ദ്വാരോടുകൂടി ആ രംഗത്തേക്ക് പോകുമ്പോൾ അതൊരു പ്രയാസമുള്ള കാര്യം എല്ലാവരും ചെയ്യും എന്നതിലും സംശയമില്ല. ഇനി കുട്ടിയെ കൃത്യസമയത്ത് വിസർജിക്കുന്ന മൂത്രത്തിന്റെ കാര്യത്തിൽ നമുക്ക് തടസ്സം ചെയ്യാമല്ല. മലവിസർജനം കൃത്യസമയത്തായിരിക്കണം. അത് ഞാൻ പല കുട്ടികളെ കണ്ടിട്ടുണ്ട്. രാവിലെ എണീച്ചോടെ കുട്ടിനെ പിടിച്ചിട്ട് കാലിന് കൂട്ടി ചില ഇപ്പൊ പിന്നെ കാലൊന്നുമില്ല, ഇപ്പൊ വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെയാണ്. പണ്ടൊക്കെ അതായത് കുട്ടികളെ ഞാൻ അതിനനുസരിച്ച് കുറയണം. പണ്ട് നെഞ്ഞത്ത് കുട്ടിയിട്ട് നടക്കലും ഇപ്പോൾ വണ്ടിയിൽ ടൂർത്തി നടക്കലാണ്. അവനെ കുട്ടി വണ്ടിനോടാണ് സ്നേഹം, മാനോടുള്ള സ്നേഹമാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് അങ്ങനെ കൂടി വരികയാണ്. അത് കാലം മാറിപ്പോയി. പക്ഷെ ആ സ്നേഹത്തിന്റെ ആ നെഞ്ഞത്ത് കടന്നിട്ടുള്ള കുട്ടി കിട്ടുന്ന മാർത്തുള്ള ആ അടിയോട് കൂടി കുട്ടി കിട്ടുന്ന സ്നേഹമുണ്ട്. ആ കുട്ടിനെ പിന്നെ പിടിച്ചു പിരിച്ച നെഞ്ഞത്ത് വലിച്ചാൽ കിട്ടില്ല. അത് ഇത് ഞാൻ ഇപ്പൊ നിങ്ങൾ വണ്ടിയിലോട്ട് പറഞ്ഞതല്ല, പല കാര്യങ്ങളും നമ്മൾ പലതും പണ്ടത്തെ കാര്യങ്ങളിൽ പിന്നെ ആ കുട്ടിയോട് കാണിക്കേണ്ട കടമകളുണ്ട്. അതിനെ വിട്ടുപോകാൻ പാടില്ല. അത് അവരുടെ അവകാശമാണ്. അതുപോലെ തിരിച്ചു വരുന്ന കൃത്യസമയത്ത് മലവിസർജനം ചെയ്യിപ്പിക്കുന്ന ഒരു സ്വഭാവം. അത് കുട്ടികൾ അധികവും ചെറുപ്പത്തിൽ ഞാൻ കണ്ടെടുത്തു വരും. അതെന്റെ അറിവാണ്, ഞാൻ പറയാൻ പറഞ്ഞല്ല, ഞാൻ കണ്ടറിഞ്ഞ സംഗതിയാണ്. പിന്നെ നേരം വെളുക്കുമ്പോൾ അധികാരം മറ്റേ തമിഴാണ്. നേരം കരുവെടുക്കുമ്പോൾ രാവിലെ തന്നെ എണീറ്റുടനെ കുട്ടികളെല്ലാം ചെയ്യും. അത് കുറച്ച് താമസിച്ചിട്ടുണ്ടെങ്കിൽ ബെഡിലാണ് ചെയ്യുന്നത്. അതിന് മുമ്പ് എടുത്തിട്ട് നമ്മൾ അത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് സ്ഥാനമൊന്നുമില്ല. പിന്നെ രണ്ടാമത് വർഷം കൊടുത്ത് രണ്ടാമത് ഫോം ചെയ്ത് വന്നിട്ട് വേണം. അതിനൊരു സമയം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് അത് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് ആ ടൈം ചെയ്ത് നമുക്ക് പുറത്തേക്ക് പോകാനും എളുപ്പമാണ്. നമുക്ക് വേറെ പ്രയാസങ്ങളുമില്ല. ഭക്ഷണം കൃത്യസമയത്തും മലവിസർജനം കൃത്യസമയത്തുമാണെങ്കിൽ കുട്ടിയെ കൊണ്ട് എവിടേക്കും നമുക്ക് പോകാം. അപ്പോൾ പ്രയാസങ്ങൾ പകുതി ലഘൂകരിച്ച് ഈ രണ്ട് കാര്യങ്ങളാണ് കുട്ടികളെ കൊണ്ടുപോയി ഇപ്പോഴുള്ള ഏറ്റവും വലിയ ചോറാണ്. പള്ളിക്ക് വരുമ്പോഴുള്ള സ്നാക്സ് കൊണ്ടുപോകണം. അത് ഇടയ്ക്കൊക്കെ കുട്ടികളെ വായിലിട്ട് കൊടുക്കാൻ. എന്നിട്ട് അത് പള്ളിയിൽ എറുമ്പ് വരാനും പാറ്റ വരാനുള്ള പരിപാടിയാണ്. അതിന്റെ കൂട്ടത്തിൽ അടുത്ത ഏതെങ്കിലും കുട്ടികൾ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അതിനെ അരിപ്പിക്കാനുള്ള പണിയാണ്. പിന്നെ തമ്മിൽ അടുപ്പിക്കാനുള്ള പണിയാണ്. ഞാനൊരു സ്ഥലത്ത് പള്ളിയിൽ ഈ സാധനം കൊണ്ട് വരരുത് എന്ന് പറഞ്ഞു. കാര്യം പെണ്ണുങ്ങളൊക്കെ പാടെ സാധനം ചെയ്യണം. അപ്പോൾ ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവരില്ല, നിങ്ങൾ വരുമ്പോൾ എവിടെ വേണമെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്തോ, ഞാൻ ആഴ്ച മുമ്പ് വിലക്കിയിട്ടുണ്ട്, ഈ സാധനം പള്ളി കൊണ്ടുവരുന്നത്. അത് ഇതാണ് പ്രശ്നം. കുട്ടി കരയുമ്പോൾ വായിലിട്ട് കൊടുത്തിട്ട് കരച്ചിൽ നിർത്താനുള്ളതാണ്. അത് ആദ്യം പഠിപ്പിച്ചിട്ടുണ്ട് പ്രയാസം. അങ്ങനത്തെ കുട്ടി പിന്നെ മൂത്രമൊഴിക്കലും മറ്റൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ചില ആളുകൾക്ക് പള്ളി എന്നുള്ളത് തോന്നലില്ലാത്തതാണ്. ഇപ്പൊ നമുക്ക് ഇവിടെയുള്ള വീടാണെങ്കിലും ഒരാളിങ്ങിട്ട് വരുന്ന പള്ളി എന്നുള്ള ആൾക്ക് നിസ്കരിക്കാം. അത് നമ്മൾ ആലോചിക്കണം. നമുക്ക് വീടാണ്, പക്ഷെ വേറൊരുത്തം പുറത്തുനിന്ന് വരുന്നത് അള്ളാന്റെ ഗ്രഹത്തിൽ നിസ്കരിക്കണം. വേറെ നമുക്ക് വഴിയില്ലല്ലോ. അപ്പോൾ പള്ളിക്ക് പോയിട്ട് കിട്ടൂല. കിട്ടുന്നത് പിന്നെ പേമാരി ഇല്ലെങ്കിലും ഒരു ചെറിയ ചാറൽ മഴ എന്ന നിലയിലെങ്കിലും നമ്മൾ അനുഭവിക്കുന്നതാണ്. അപ്പൊ അതിപ്പോ ഒരു വീട്ടിൽ, ഇപ്പൊ താഴത്തെ വീട്ടിലാണ് സ്ത്രീകൾ നിസ്കരിക്കുന്നത്, അവരതിന് ആ സമയത്തേക്ക് അങ്ങനെ തന്നെ കാണാം. കുട്ടികളെ കൊണ്ടുവരുമ്പോഴും മറ്റുള്ളതും അതിന് വൃത്തികേടാക്കാതെ ആ ഒരു പരിഭാവനത അതിന് നിലനിർത്തണം. വീടാണെന്നിരിക്കുകയും മറ്റുള്ളവർ നമസ്കരിക്കുന്ന നിലയിൽ അതിനെ കാണണം. മറിച്ചതിൽ അള്ളാഹ് എനിക്ക് ചില വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, താൻ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും കുറവുകളുണ്ട് നമ്മൾ നിലനിർത്തേണ്ടതാണ്. അപ്പൊ അത് വേറൊരു വശം. അപ്പൊ ഇത് പിന്നെ കൃത്യസമയത്ത് മലവിസർജനം കൂടെ ചെയ്യിക്കാമെന്ന് ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നത്. ഞാൻ ചില വെള്ളക്കാരെ കണ്ടിട്ടുണ്ട്. 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ് സമയത്തേക്ക് എനിക്ക് ഈ പണിയെടുക്കാൻ പറ്റില്ല ആദ്യം പറയും. ആ സമയത്ത് അവരുടെ ടൈമായിരിക്കും. ആ 15 മിനിറ്റ് തന്നെ അവർ ഉദൂർ പറയണം. അങ്ങനെ ഞാൻ 100 കണക്കിന് വെള്ളക്കാരെ കണ്ടിട്ടുണ്ട്. അവരെ ശീലമില്ല. അതിനൊരു സമയം അവർ പറഞ്ഞിട്ടുണ്ട്. ഇത്ര സമയത്ത് ഇത്ര സമയം മുതൽ എന്ത് ഓഫീസ് വർക്കാണെങ്കിലും അവർ പറയും. അത് ആദ്യം വന്ന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ പറയും, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എനിക്ക് ഇന്റർവെൽ വേണം. ആ സമയത്ത് അത് അവന്റെ സമയമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ക്ലിഷ്ടമായിട്ട് ഉള്ളൊരു സ്വഭാവം ഇതൊക്കെ നമുക്ക് ഇനിയും ഉണ്ടാക്കാൻ പറ്റിയാണ്. ഇതൊന്നും അത്ര വലിയ പ്രയാസമുള്ളതല്ല. ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ സംഗതിയാണ്. ഭക്ഷണത്തിനനുസരിച്ച് നിയന്ത്രിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിന് ആ വിധത്തിൽ ചെയ്യേണ്ടതാണ്. അത് കുട്ടികളിൽ ഉണ്ടാക്കാവുന്ന മറ്റ് ചില നല്ല ഗുണങ്ങൾ, അതിനെക്കുറിച്ചിട്ട് നല്ല ഗുണങ്ങൾ, കൃത്യനിഷ്ഠ അവരിൽ ഉണ്ടാവുന്നത് മാത്രമല്ല ശാരീരികമായിട്ടുള്ള ഒരു കൃത്യനിഷ്ഠയ്ക്ക് ഇത് അനിവാര്യമാണ്.
അത് വയറ് നിറഞ്ഞു നിൽക്കുന്നതോ വയറ് പൊന്തി നിൽക്കുന്നതോ അതിന് സമയമില്ലാത്ത സമയത്തോ അതിന്റെ ഗ്യാസ് ട്രബിൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഗ്യാസ് ട്രബിളുള്ള അസുഖമുള്ള ആളുകൾക്ക് എപ്പോഴും തൊട്ടിമ ദേഷ്യം വരുമ്പോൾ പക്ഷെ ആരെങ്കിലും ദേഷ്യം വന്നാൽ ഗ്യാസ് ട്രബിൾ വെക്കണ്ട. പെട്ടെന്ന് ദേഷ്യം വരും. അതിന് കാരണം എന്താ വെച്ചാൽ ഇത് അവരുടെ ശരീരത്തിന് മൊത്തത്തിൽ ഹീറ്റാൻ്റെ ഒരു അങ്കലാപ്പ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ആ അങ്കലാപ്പ് കാരണം കോൺസെൻട്രേഷൻ മൈൻഡ് അവർക്ക് സാധ്യത. ഇതിനൊക്കെ കാരണം ഇത്തരത്തിലുള്ള കാരണങ്ങളാണ് ഹൈവത്ത് മദീസാനി വിശദീകരിച്ച് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം, ഭക്ഷണം കൊടുക്കുന്നത് ഒരളവിൽ കൊടുക്കാം. നേരത്തെ പറഞ്ഞ കൃത്യതയാണ്, സമയമാണ്, മറ്റത് അളവുമാണ്. അത് വയറ് ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇന്നൊന്നും ചെയ്താണ്ട് പിന്നെയും കഴിച്ചു. കുട്ടി വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെയും കഴിച്ചു. കുട്ടി കളി കൊണ്ട് വേണ്ടാറെന്നല്ല ഞാൻ പറയുന്നത്. ഒരു കൃത്യം ഇത്രയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് നമുക്കൊരു അളവ് വേണം. ആ കുട്ടിക്ക് എത്ര ആവശ്യമുള്ളത് നമുക്കറിയാം. അതനുസരിച്ച് ഞാൻ ഏതെങ്കിലും ഡോക്ടറോട് ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ പിന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, നമ്മൾ കോഴിക്കോടുണ്ടായ സംഭവമാണ്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് അസുഖമൊക്കെ കഴിഞ്ഞ് ചികിത്സിച്ചൊക്കെ കഴിഞ്ഞ് ഡോക്ടർ ഐസിന് പുറത്തേക്ക് കിടക്കുമ്പോൾ പറഞ്ഞു ഇന്നൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ 3 ഇഡ്ഡലി രാവിലെ, ഉച്ചയ്ക്ക് ലേശം ചോറ്, അതിൻ്റെ കൂടെ അധികം എരിമ്പുളിയൊന്നും പാടില്ല, വൈകുന്നേരം 2 ദോശ, ഇങ്ങനെയൊക്കെ പറഞ്ഞെടുത്തപ്പോൾ ആൾ വെച്ച് ഇത് ഭക്ഷണത്തിന് മുമ്പാണോ പിമ്പാണോ ഈ കഴിക്കേണ്ടത്? ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം പിമ്പ് കഴിക്കണം. അപ്പം ഈ നിയന്ത്രണം വിട്ടാൽ പിന്നെ കിട്ടാൻ പോണത് അതാണ്. അതിന് ഒരവസ്ഥയിൽ നമ്മളെ നിയന്ത്രണത്തിലാവില്ല, പിന്നെ വേറെ ആരെങ്കിലും നിയന്ത്രിച്ചിട്ട് നമ്മൾ അവരോട് തല്ലുകൊണ്ട അവസ്ഥ. അപ്പോൾ ചെറുപ്പത്തിലെ കുട്ടികളുടെ ആ ഒരു നിയന്ത്രണം, അതിനെക്കുറിച്ച് ഖലീഫത്ത് മസീഹ് പറയുന്നത് അവർക്ക് ഖിനാഅത്ത്, ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന സ്വഭാവം ഉണ്ടാവും. ഇതിലൊക്കെ മറ്റു വശമാണ് ഈ പറയുന്നത്, ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന സ്വഭാവം. ചില ആളുകൾ അങ്ങനെയാണ്, എന്തുണ്ടെങ്കിലും പ്രശ്നമില്ല, അള്ള തന്നാൽ അങ്ങനെ തന്നെ നോക്കാം. ചില ആളുകൾ പറയും എന്തായാലും ഒരു സുഖമല്ല, എന്നും കംപ്ലൈൻ്റ് ഒക്കെ ഈ ജോലി ഒരു സുഖമല്ല, അത് ഇന്നാൾ കാരണമാണ്, അതല്ലെങ്കിൽ ഇതൊരു സുഖമല്ല, ഇവിടെ ഒരു സുഖമല്ല, അത് ഇന്നാൾ കാരണം, പള്ളിക്ക് എന്താ വരാത്ത അത് ഇന്നാൾ കാരണമാണ്. എന്തിനും അവൻ്റെ തൃപ്തി ഉണ്ടാവും, വേറൊരാളിലാണ് പ്രശ്നം. അത് ഇവർ ജീവിതത്തിൽ എപ്പോഴും തൃപ്തി ഉണ്ടാവും. അത്ര ആൾക്കാർക്കുള്ള മുഖത്ത് ഒരു സംഭവം എന്താ പറയുക, ഈ ഖിനാഅത്തിനുള്ള ആൾക്ക് ചിരിക്കാനുള്ള കഴിവുണ്ട്, അല്ലാത്ത ആൾക്കാർ വല്ലാതെ ചിരിക്കില്ല. ഖിനാഅത്ത് ഖിനാഅത്ത് പറഞ്ഞാൽ ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന സ്വഭാവം, അവർക്ക് ചിരിക്കാൻ കഴിയും. ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ, എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാനൊരു വായിച്ചത് 3 പേശികൾ മാത്രമേ വർക്ക് ചെയ്യുന്നു. ചിരിക്കുന്ന ആളെ മൊത്തം ദേഷ്യപ്പെടുമ്പോൾ 13 പേശികളാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു മാഗസിനിൽ വായിച്ച ഓർമ്മയില്ല പറഞ്ഞു, വ്യവസായം അറിയുന്നത് 13 പേശികൾ വർക്ക് ചെയ്യുമ്പോൾ എന്താ, അയാളെ മുഖം വികൃതമാണ്, അധികം പഴുന്ന സ്ഥലം അതിന്റെ സ്വഭാവം കാണിക്കും. അപ്പം ഈ സ്വഭാവക്കാരുടെ മുഖം എപ്പോഴും ഒരു നൂറില്ലാത്ത മതിയാണ്. ഇനി വേറെ തെളിവാണ്, മരിച്ചു കഴിഞ്ഞപ്പോൾ നല്ല സുന്ദരനായിരുന്ന ആള് മരിച്ചു കഴിഞ്ഞാൽ സുന്ദര കുട്ടപ്പന, പഴയ ആദ്യമാരിതാണ്. എന്താ സംഗതി അറിയാം, എല്ലാ വൈറസും എല്ലാ ബാക്ടീരിയയും പോയി. അത് പണ്ടുള്ള മാതിരി തന്നെ പറച്ചമാരിണ്ട്. ഇപ്പം അതിൻ്റെ ഉള്ളിൽ ബാക്ടീരിയ ഒന്നുമില്ല, ജീവുള്ള ഒരു സാധനം ഇതിൻ്റെ വീട്ടിലില്ല. കാരണം ചാറിനോടുകൂടി ബാക്ടീരിയ ഇറങ്ങിപ്പോകും. അപ്പൊ നല്ല ആ ശരിക്കുള്ള മുഖം കാണണം. അല്ലാതെ അപ്പോൾ ഒരു സൗന്ദര്യം തിരിച്ചു വന്നതൊന്നുമല്ല, അതൊരു തിരിച്ചു വന്നതിന്. പക്ഷെ ആ സമയത്ത് അയാളെ മുഖത്ത് ബാക്ടീരിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ശരിക്കും തെളിഞ്ഞ് കാണണം. അപ്പൊ അത് ഞാൻ തിരിച്ചു വരാം. ഈ ഖിനാഅത്ത് എന്നുള്ള സ്വഭാവം ഇല്ലാത്ത ആളുകൾക്ക് പ്രധാന കാരണം ക്ലിപ്തമായി ഭക്ഷണം കഴിക്കാനുള്ള സ്വഭാവം ഉണ്ടാവില്ല. അതിൽ ഒരു എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പഴം കൂടി നല്ലോണം വയറ് ഞാൻ മറിഞ്ഞിരിക്കുമ്പോൾ ഒരു വിരലിട്ടാൽ ഛർദ്ദിക്കാൻ പറഞ്ഞു. വിരലിടാൻ പറ്റിയിട്ട് പഴം തിന്നില്ലെന്നാണ്. അപ്പൊ അത് ആ വിധത്തിൽ എങ്ങനെയെങ്കിലും ആ ടേസ്റ്റും പോയി, ഭക്ഷണത്തിന്റെ ടേസ്റ്റും പോയി. ഭക്ഷണത്തിന് ഇപ്പൊ നിങ്ങൾ നല്ലോണം ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ബിരിയാണി കഴിക്കുന്നു വിചാരിച്ചത്, ബിരിയാണി ഇവിടെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ബിരിയാണി കഴിക്കുന്നു വിചാരിച്ചത്, വയറ് നിറച്ച് ബിരിയാണി കഴിച്ചിട്ട് മൂക്കൊറ്റം കഴിച്ചിട്ട് പോയി, ഏകദേശം നടക്കാൻ വെക്കണമാതിരി നടന്ന് വണ്ടി കയറിയിട്ട് പോയി എന്ന് വെച്ചാൽ പിന്നത്തെ ദിവസം നിങ്ങൾക്ക് ഈ ബിരിയാണിയുടെ ഓർമ്മ ഉണ്ടാവില്ല. അതേ സമയത്ത് ഒരു പകുതി കുറവായിരുന്നു ഭക്ഷണം, ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്, കുറച്ചുകൂടി തിന്നാന്ന് പറഞ്ഞാൽ ബിരിയാണി നിർത്തി. ഈ ടേസ്റ്റ് നിങ്ങൾ പിന്നെ പള്ളിക്ക് വരുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അതായത് അതുകൊണ്ട് റസൂൽ പറഞ്ഞ് ടേസ്റ്റ് നിൽക്കുന്നതിന് മുമ്പ് ഭക്ഷണം നിർത്തി പോകണം. അതാണ് ഭക്ഷണത്തിന്റെ അളവാണ്. ടേസ്റ്റ് മാറിയിട്ട് പിന്നീട് രണ്ടെണ്ണം കൂടി പറഞ്ഞാൽ അതിന്റെ ആ സുഖം പോയി, ഭക്ഷണത്തിന്റെ ടേസ്റ്റ് മനസ്സിലുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഖിനാഅത്ത് കുട്ടികളിൽ, നമ്മൾ വരുന്ന കുട്ടികൾ, നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യാം, അല്ലാത്തൊക്കെ പഠിത്തം കാക്കട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ കുട്ടികളെ നമ്മളെ കയ്യിലുള്ള അമാനത്ത് വളരെ വിശുദ്ധമായിട്ട്, ഞാൻ അതിനാണ് ഫസ്റ്റ് പറഞ്ഞ അള്ളാന്റെ മലക്കുകൾ
എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. ചെറിയ കുട്ടികൾ ചിരിക്കുന്നതാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ അള്ളാഹിന്റെ മലക്കളോട് ചിരിക്കുന്നത് അവരുടെ ശുദ്ധതയാണ്. അപ്പൊ ആ വിധത്തിലുള്ള ശുദ്ധമായിട്ടുള്ള ഒരു അമാനത്തിന് നമ്മളെ വക എങ്ങനെയൊക്കെ കേടുവരുത്താൻ പറ്റുന്നത് നോക്കാതെ ആ ശുദ്ധമായ അമാനത്തിനെ സൂക്ഷിക്കാൻ എങ്ങനെയൊക്കെ പറ്റും എന്ന അള്ളാഹിനെ മുൻനിർത്തിയിട്ട് നമ്മളെപ്പോഴും ആലോചിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി കുട്ടികൾ കൊടുക്കേണ്ടത് എല്ലാ വിധത്തിലുള്ള ആഹാരം കൊടുക്കണം. ശിവനെ നോക്കുന്ന ആൾക്കാർ എല്ലാവരും നോക്കേണ്ട വ്യക്തിയാണ് പറഞ്ഞത്. അതായത് ഖലീഫത്തുൽ സാലിസ് ഒരിക്കൽ ജസസാലിനൊക്കെ ഇതൊരു 1.5 മണിക്കൂർ പ്രഭാഷണം. അതിൽ ഇതാണ് വിഷയം. ബദാം കൊടുക്കണം, പിസ്ത കൊടുക്കണം, പിന്നെ അണ്ടിപ്പരിപ്പ് കൊടുക്കണം, പിന്നെ മീൻ കൊടുക്കുമ്പോൾ മീൻ കൊടുക്കണം, ഇറച്ചി കൊടുക്കുമ്പോൾ ഇറച്ചി കൊടുക്കണം. അത് ഒന്നിച്ച് കൊടുക്കും. എല്ലാ വിധത്തിലുള്ള ഭക്ഷണം വെറൈറ്റീസ് കൊടുക്കണം. കാരണം അതിലൊക്കെ ഒരുപാട് ഗുണങ്ങൾ വെച്ചിട്ടുണ്ട്. ആ ഗുണങ്ങളായിട്ട് കിട്ടണം. പാലക്കാടൻ പട്ടർ എന്ന് പറയും, പനി കൊടുക്കാത്തവന് പിന്നെ ഒരു തണുപ്പനാണെങ്കിലാണ് പറയുന്നത്. അതേ സമയത്ത് മലപ്പുറം കാക്കാന്ന് പറയും, ഇറച്ചി നീണ്ട്. പാലക്കാടൻ പട്ടർ തന്നെ പച്ചക്കറി എന്നതാണ്. ഞാൻ പാലക്കാട് കുറച്ച് ഇപ്പുറത്താണ്, അതോ നിങ്ങൾ മുഴുവൻ പാലക്കാടാക്കണ്ട. ഞാൻ മലപ്പുറത്ത് നാടൂരാണ്. ഞാൻ മലപ്പുറം ഇറച്ചി നിന്നാണ്. ഇപ്പൊ കരുളായൊക്കെ ചെന്നാൽ നമ്മുടെ ജമാത്തിൽ പള്ളിയുടെ നേരെ തൊട്ട് നമ്മൾ പള്ളിക്ക് വഴി പറഞ്ഞു കൊടുക്കല് മണം സഹിക്കാൻ വയ്യാതെ നമ്മൾ അവിടെ തിരിഞ്ഞോട്ട് അവിടെ പള്ളി ഉണ്ടാവുന്ന. കാരണം അതിൻ്റെ അടുത്തായിരുന്നു നമ്മൾ മീൻ മാർക്കറ്റുള്ള. വൈകുന്നേരം ആയാലും നല്ല മീൻ വന്ന ദിവസം, മത്തി വന്ന ദിവസം വൈകുന്നേരം ആയാലും റോട്ടിൽ കൂടി നടന്ന മത്തി വാങ്ങും. ആൾക്കാർ വിയർത്ത് അനുഭവിച്ചറിയാവുന്ന സംഗതിയാണ്, വേറെ കാര്യം തന്നെ. അപ്പൊ അത്രയും ഈ സാധനങ്ങൾ തിന്നുന്ന ആൾക്കാർക്ക് അതിന്റെ സ്വഭാവം. അത് വലിപ്പത്തിൽ നല്ല കുട്ടിക്കാർ തന്നെ ഉണ്ടാവും. അപ്പൊ ചെറുപ്പത്തിലെ കുട്ടികളിൽ കുറച്ച് ഇറച്ചി, കുറച്ച് മാംസം, അതായത് എന്തെല്ലാം എല്ലാ സാധനങ്ങളും മത്സ്യം കഴിക്കുന്നതൊക്കെ കൊടുക്കും. ഹലാലും തൊയ്യബും കഴിക്കണം. പിന്നെ ചില ആൾക്കാർ മുളക് കൊടുക്കേണ്ട, മണ്ണ് കൊടുക്കേണ്ടോ കൊടുക്കണം. മുളക് പിന്നെ എന്തിനാ കുറച്ചുണ്ടാക്കിയത്? തീരെ മുളകില്ലാതെ ഈ വലിയൊരു പെർസെന്റ് അറിയാം. കൊളസ്ട്രോൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മെല്ലിച്ച് നീച്ചാൻ വയ്യാത്തവനും കൊളസ്ട്രോൾ ഉണ്ടാവുള്ള രീതിയിൽ അത് തിന്നാറ്. അവന് കൊളസ്ട്രോൾ ഇല്ലായിട്ട് അവനെ കേടാൻ കൊളസ്ട്രോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഈ വായിക്കണമൊക്കെ എടുത്ത് എനിക്കെന്താണ് കുറവെന്നുള്ളത് നോക്കണം. പതിയാൾക്ക് എണ്ണ കൂട്ടാൻ പാടില്ല. ആരോ പറഞ്ഞു പിടിച്ചാണ് ഇവൻ എണ്ണ കൂട്ടായിട്ടാണോ നീച്ചിറക്കാൻ. അവന് കൊളസ്ട്രോൾ ആവശ്യത്തിലില്ല. അത് തടിയം കൂട്ടേണ്ടതാണ്. കുറച്ചുള്ള തടിയം ഇല്ലാത്തവന് കഴിക്കാൻ. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ഖലീഫത്തുൽ മസീഹ് സാലിസ് വളരെ വിശദമായിട്ട് 1.5 മണിക്കൂറിന്റെ പ്രസംഗം ജസദാനൊക്കെ ചെയ്താണ്. അതിൽ ഇസ്രാഫ് ചെയ്യരുത്. അതായത് അതന്നെ ഒറ്റ കഴിക്കരുത്. എല്ലാ വിധത്തിലുള്ള ഭക്ഷണം കുട്ടികൾക്ക് കൊടുത്ത് ശീലിപ്പിക്കണം. അതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ തിന്നൂല എന്ന് പറയും. ഞാൻ തിന്നൂല പറഞ്ഞതിന്റെ അർത്ഥം എന്താ പറയുക? തിന്നേണ്ട കാലത്ത് കിട്ടിയിട്ടില്ല എന്നാണ്. അതിൽ ഞാൻ തിന്നൂല പറഞ്ഞാൽ തിന്നേണ്ട കാലത്ത് അവന് കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. അതിന്റെ മുമ്പ് കിട്ടിയില്ല തിന്നേണ്ട സമയത്ത് പിന്നെ എങ്ങനെ തിന്ന? അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങള് എന്നോട് ദേഷ്യം തോന്നുന്നത് അല്ല, അത് പിന്നെ അത് കിട്ടായിട്ടല്ല. അത് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ചെന്നാൽ കൊടുക്കും. നാളെ കൊണ്ട് വസീഫ എന്താ തിന്നലും തിരിച്ചുകൊണ്ട് നടക്കാൻ. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. വേറെ തമാശക്കടിയിലൊന്നും തിരിച്ചോട്ടെ ചിലപ്പോൾ. 6ാമത്തെ കാര്യമാണ്. 6ാമത്തെ പറഞ്ഞത് 7 കുട്ടികൾ കുറച്ച് വലുതായി വരും. കുറച്ച് 2-3 വയസ്സ് താണ്ടി ചെറിയ ചെറിയ പണികൾ ചെയ്യിപ്പിക്കുക. അതിനിട്ടെടുക്ക്, ഇതങ്ങോട്ട് വെക്ക് എന്നുള്ള പണികൾ ചെയ്യിപ്പിക്കുക. അല്ലാതെ കുട്ടിയാണ് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ വലിപ്പത്തിൽ നിങ്ങളെ പറയുന്ന ഇപ്പൊ ചെറുതൊന്നും ആവില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് 18-ാമത്തെ വയസ്സിലാണ് ഞാൻ 18ാമത്തെ വയസ്സിലാണ് ലാസ്റ്റ് 18ആകുമ്പോഴാണ് ഞാൻ കാതിലേക്ക് എത്തുന്നത്. അപ്പൊ അന്ന് എന്നെക്കാൾ 2 വയസ്സുള്ള എൻ്റെ ഒരു സഹപാഠി അലക്ക് കാലിന്റെ ചോട്ടിൽ 2 കാല് കൂടി കൂട്ടിപ്പിടിച്ച് അതിന്റെ നടുവിൽ റിൻ സോപ്പ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് വെച്ചിരിക്കണം. എന്നിട്ട് അതുമ്മേ തുണി മേലെന്ന് വരയ്ക്കാം, സോപ്പ് ഇടുന്നത്. അപ്പൊ ചെറുപ്പത്തിലാവുമ്പോൾ അലക്കിയിട്ടില്ല ജീവിതത്തിൽ. അപ്പയമ്മ അലക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ എനിക്ക് ഉടനെ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ ഞാനൊരു 5 വയസ്സ് 6 വയസ്സാകുമ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വാപ്പ എന്നെ ബക്കറ്റിൽ ഉമ്മാന്റെയും വീട്ടിലെ എല്ലാവരും ഡ്രസ് കൊടുത്തിട്ട് പുഴയിൽ കൊണ്ടുപോകും, എല്ലാവരോടും. എന്നിട്ട് സോപ്പുകൾ ഇങ്ങനെയാണെന്ന് എന്നെ പഠിപ്പിച്ചത്. ഇങ്ങനെ സോപ്പ് ഇങ്ങനെ തേക്കണം. എന്നിട്ട് അത് അലക്ക കുറച്ചു നേരം. അപ്പൊ ഞാൻ ഉടനെടുത്ത് വെള്ളത്തിൽ ഇടാൻ പാടില്ല. കുറച്ചു നേരം വെള്ളത്തിൽ സോപ്പയിൽ പിടിക്കണം. എന്നിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് അതിലൊരു തുണി എടുത്തിട്ട് എന്നോട് തള്ളാവാം. പട്ടൻ തൊന്നുമില്ലാത്ത എടുത്തിട്ട് ഞാൻ ഇട്ടാക്കി. അപ്പൊ അന്ന് എൻ്റെ ഒപ്പം എന്നെ പഠിപ്പിച്ചുകൊണ്ട് ഇന്ന് എനിക്ക് അലക്കാൻ എത്ര സുഖം ഉണ്ടെന്ന് ഞാൻ അന്ന് ഈ സോപ്പ് കാലിലോട്ടിലിട്ടിട്ട് കൈയിട്ട് തുണിമത്തേക്ക് കണ്ടപ്പോൾ തോന്നി. അപ്പൊ ചെറുപ്പത്തിൽ പല കാര്യം ഒന്ന് നമുക്ക് അള്ളാന്റെ കിട്ടി, അങ്ങനെ പലതും നമുക്ക് കിട്ടാത്തതുകൊണ്ട്
അപ്പൊ അങ്ങനെ ചെറുപ്പത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് തുണി അലക്കി കൊടുക്കരുത്, അവരോട് ചെയ്യുന്ന ഉൽമാണ്. അവർ സ്വന്തം അലക്കി സ്വന്തം ചെയ്യുന്നത്. ഇപ്പം വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അതിലിട്ട് എങ്ങനെയാണ് ഡ്രസ്സ് ഇടുന്നത്, എങ്ങനെ അലക്കുന്നത് കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ചാൽ ആ വീട് തന്നെ ഒരു സ്വർഗമായിരിക്കും, എല്ലാവരും പഠിക്കുന്നത് വീട്. പിന്നെ ഒരു റൂം അടിക്കുകയാണെങ്കിൽ ഇത് നീ അടിച്ചു വെക്കണം, ഇത് നീ വൃത്തിയാക്കണം, അത് നീ വൃത്തിയാക്കണം, വിരിച്ചു കൊടുക്കുക, രാവിലെ വെള്ളം ഇങ്ങനെ നിനക്ക് നീ ചെയ്യണം. ഇങ്ങനെ ചെറിയ ചെറിയ പണികൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഭാരമുള്ളതല്ല, ചെറിയ കാര്യങ്ങളാണ് ചെയ്യിപ്പിക്കണം. അപ്പൊ അതൊക്കെ ഇപ്പൊ നമ്മുടെ പ്രായത്തിലുള്ള അധികം ആളുകൾക്കും അറിയാം. ആ കാലത്ത് നമ്മൾ കാലത്ത് ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു. ഇന്ന് നമുക്ക് പ്രശ്നമല്ല. അതേ സമയത്ത് ഇന്നിപ്പോ രാവിലെ വൈകുന്നേരം കുട്ടികൾ ഇവിടെ പഠിക്കാൻ വന്ന കുട്ടികൾ ഇവിടെ ഒരു 2-3 മിനിറ്റ് നേരം വെറുതെ ഒന്ന് ഓടി, ഒരു ക്യാമത്താക്കുന്ന ഒരു പണിയുണ്ട്, അവർ കുറച്ചു നേരം ഒന്ന് ഓടി കളിക്കുക. കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ഒരു 400 മീറ്റേഴ്സ് റിലേക്ക് പങ്കെടുത്തിട്ട് വന്ന് കടക്കണമല്ലാണ് ഇരുന്നിട്ട് നടക്കിറക്കാണ്. അപ്പൊ അത് സംഭവം വെച്ചാൽ അവർ ഓടുന്ന അപ്പം മാത്രമേ ഓടുന്നുള്ളൂ, വേറെ ഓടുന്നേയില്ല ജീവിതത്തിൽ. അപ്പൊ അവര് ഞാൻ പറഞ്ഞ രാവിലെ നീറ്റ് കഴിഞ്ഞിലേക്ക് ഒന്ന് ഓടി മറിക്കാം. അപ്പൊ അതേ സമയത്ത് താഹിർ ഉണ്ടായിരുന്നു കൂടെ. താഹിറിന് പ്രശ്നമൊന്നുമില്ല, അധികം കാരണം ഒരു ബ്രേക്കില്ലാത്ത സൈക്കിൾ അങ്ങനെ അങ്ങോട്ടുകൊണ്ട് ചുറ്റുന്നതാണ്. അപ്പൊ അവന് ഓടി ശീലിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടികളെ ചെറുപ്പത്തിൽ പണിയെടുപ്പിക്കുന്നു, വ്യായാമം ചെയ്യിപ്പിക്കുന്നു, രണ്ടും ആവശ്യം. ചെറുപ്പത്തിൽ അവരുടെ സ്വഭാവത്തിന് ആവശ്യമാണത്. അത് രണ്ടും കുട്ടിക്കാലത്ത് തന്നെ ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. ഖലീഫത്ത് റാബി റഹ്മത്തുള്ളാഹി പറഞ്ഞു കരാട്ട കുംഫു അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ കുട്ടികളെ പഠിപ്പിച്ചാൽ നല്ലതാണ്. അത് എന്തോ അപകടങ്ങളൊന്നും വിചാരിച്ചു വെക്കണ്ട, അതൊക്കെ ആവശ്യമുള്ള സംഗതികളാണ്. അതുകൊണ്ട് പിന്നെ ആളെ തല്ലാനല്ല, തല്ല് വാങ്ങാതിരിക്കാനും പറ്റും, സ്വഭാവം നന്നാകാനും പറ്റും, അത്ര ആളാണ്. ഇനി സമയത്ത് കുട്ടികളെ കളിക്കാനും വിടണം. കളിക്കാനേ വിടാതെ പൂട്ടിയിരുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. എവിടെയെങ്കിലും ഒരു സ്ഥലം അവർ കണ്ടെത്തിയേ പറ്റുള്ളൂ. നിങ്ങൾ ഫ്ലാറ്റ് കുട്ടികൾ താമസിക്കാൻ കണ്ടെത്തിയെങ്കിൽ അവർ കളിക്കാനും അവരുടെ സ്വഭാവത്തിന് അത് കണ്ടെത്തിയേ പറ്റുള്ളൂ. അത് നിങ്ങൾ കൂടെ പോയി എഴുന്നിട്ട് കളിപ്പിക്കേണ്ടി വന്നാൽ കളിപ്പിക്കണം, വേറെ വഴിയൊന്നുമില്ല. അല്ലെങ്കിൽ കുട്ടികളെ കേടുവരും. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന മാതിരി തന്നെ ആവശ്യമുള്ള സമയത്ത് കുട്ടിനെ കളിപ്പിക്കലും അതൊരു 4 മണിക്ക് 5 മണിക്ക് എപ്പോഴും സമയത്തെങ്കിൽ ഒരു സമയത്ത് അതിനെ കളിപ്പിക്കാനുള്ള സ്ഥലം കണ്ടെത്തണം. അത് നമ്മളെ ഡ്യൂട്ടിയാണ്, അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഒരു 2-3 കഴിഞ്ഞിട്ട് നിർത്തുക, സമയം ഏകദേശം കുറെ കൂടി പോയിട്ടുണ്ട്. കുട്ടികളെ സ്വന്തം നഫ്സിൽ ഒരു എഴുത്തിബാർ, അതായത് ഒരു വിശ്വാസം, ആത്മവിശ്വാസം കുട്ടികളിൽ വളർത്തണം. ഖലീഫത്ത് മസീഹ് സാനി എഴുതിയത് അങ്ങനെ തന്നെ വായിക്കാം. ബच्चे को आदत डालनी चाहिए कि अपने नफ्स पर एतबार करें. കുട്ടിക്ക് സ്വന്തം ആത്മവിശ്വാസം ഉണ്ടാകുന്ന വിധത്തിൽ അതിനെ ശീലിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. മസ്ലൻ ചീസ് സാമനെ ഹോ और उसे कहा जाए कि अभी नहीं मिले. എങ്ങനെ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നത്? അതിന് മുമ്പിലൊരു കാര്യമുണ്ട്, കുട്ടിക്ക് ആവശ്യമുള്ള സാധനം അതിനോട് ഉറപ്പ് കിട്ടൂല, ഇപ്പൊ തരൂല. ഫലാവസ്തുവിലേക്ക് ഇന്ന സമയത്താണ് കിട്ടുക. ഏനഹി ചുപ്പാദിക്കണം. കുട്ടിയോട് തെരയുമ്പോൾ അതിനെടുത്തുകൊണ്ട് മാറ്റി വെച്ചിട്ടും മറച്ചക്കല. അത് കുട്ടിക്ക് ആവശ്യമുള്ള സാധനമാണ്, ആവശ്യമുള്ള സാധനമാണ് അത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എല്ലാവരും പഠിപ്പിക്കുക. അല്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ പറ്റാത്ത കുട്ടി അത് കുറച്ചു നേരം എടുത്താലും അതിന് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഇത് നമുക്കുള്ളതല്ലാന്ന് അതിനെ ബോധ്യപ്പെടുത്തുക ചെയ്യാം. പക്ഷെ അതിന് ഭക്ഷണം കഴിക്കാനുള്ള സാധനം, അതിനെന്തെങ്കിലും കളിക്കാനുള്ള സാധനം അത് കാണുന്നു ഉടനെ വേണം. അത് ഇപ്പൊ കിട്ടൂല, ഇന്ന സമയത്ത് കിട്ടുന്നു കുട്ടിയോട് പറയും, ആ സമയത്ത് കൊടുക്കും. ഖലീഫത്ത് മസീഹ് സാനി മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വലിയ പ്രായത്തിൽ, മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ചെറിയ കുട്ടിയാണ്, ഓടിച്ചാടി കളിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഒരു കല്ല് കൊടുത്തിട്ട് ഖലീഫത്ത് മസീഹ് അലൈഹിസ്സലാമിന്റെ പോക്കറ്റിൽ. അപ്പൊ സാഹബത്ത് കണ്ടപ്പോൾ മസീഹിന്റെ പോക്കറ്റിൽ കല്ലിടുന്നു. അപ്പൊ ഉടനെ തന്നെ എടുക്കാൻ പറ്റും, എടുത്തിട്ട് കളയാൻ വേണ്ടിട്ട് പറ്റില്ലെന്ന് പറയും. അത് മഹമ്മൂദിന്റെ അമാനത്താണ്, അവന് അത് കുറച്ചേണ്ടി ചോദിക്കും, അപ്പൊ കൊടുക്കണം. അത് സമ്മതിച്ചില്ല, അവിടെ നോട്ടുന്നത്. അപ്പൊ വളരെ മൈലൂട്ടായിട്ടാണ് കാര്യങ്ങൾ ആലോചിക്കുന്നത്. അപ്പൊ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പാടില്ല. പക്ഷെ അത് അവർക്ക് കൊടുക്കേണ്ടതല്ലെങ്കിൽ കൊടുക്കൂല എന്ന് തന്നെ അവർ ബോധ്യപ്പെടുത്തും. ഇത് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾക്കുള്ള ഇതാണ്, അത് കൊടുത്തിട്ട് അങ്ങനെ ബോധ്യപ്പെടുത്തുക. അല്ലാത്തത് മാറ്റി വെച്ചിട്ട് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ തൽക്കാലം ഉണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടി പിന്നെ തരുന്നറിഞ്ഞ് വാങ്ങിക്കും, അതല്ല പറയുന്നത്. പിന്നെ തരുമെന്ന് ബോധപൂർവം പറഞ്ഞ് പിന്നെ കൊടുക്കുക. ആ സമയം വരുമ്പോൾ കറക്റ്റ് ഓർമ്മ ഉണ്ടായിരിക്കണം, ഞാൻ 10 മണിക്ക് തരാറ്, 10 മണിയാകുമ്പോൾ നമുക്ക് ഓർമ്മ വേണം, 10 മണി കഴിയുമ്പോൾ കൊണ്ടിരിക്കണം. അപ്പൊ അതിന് ആത്മവിശ്വാസം ഉണ്ടാവും. അങ്ങനെ വന്നിട്ട് മറച്ചു വെച്ചാൽ അതിൻ്റെ ഇടയിലൊരു കാര്യം കൂടി പറഞ്ഞു. നമ്മൾ സാധനം കുട്ടി ഇങ്ങനെ വരുമ്പോൾ മേടിച്ച് ഇങ്ങനെ മാറ്റി വെക്കും. ആ വെച്ചാൽ കുട്ടിക്ക് കളവായിട്ടു
അത് ഒളിപ്പിച്ച് വെക്കുന്ന സ്വഭാവം ആകെ കളവ് എടുത്തിട്ട് അതിന് മറച്ചു വെക്കുന്ന പണിയാണ്. ഇത് ആ കുട്ടിയിൽ അതിന്റെ പ്രകൃതത്തിൽ അതെന്തായിപ്പോ ആ കുട്ടി കളവ് അടിച്ചു പോകും. ഒരു കാര്യം ഞാൻ ഇടയിൽ പറഞ്ഞു പോയിരുന്നു, 9ാമത്തെ കാര്യമാണ് കുട്ടികളുടെ ഒരുപാട് സ്നേഹം കാട്ടുക. സ്നേഹമുണ്ട്, അത് കാട്ടാനുള്ളതല്ല ഒക്കെ. ഇപ്പൊ കുട്ടിനോട് കാണിക്കുന്ന സ്നേഹത്തിലൊരു അളവുണ്ട്, അത്രേ കാണിക്കാം. അമിതമായ സ്നേഹം കാണിക്കുമ്പോൾ അത് കൊടുക്കാൻ പറ്റാത്തവർക്ക് നമ്മൾ കുടുങ്ങിപ്പോകും. ഉദാഹരണമായിട്ട് അത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടാന്ന് വെച്ചാൽ കുട്ടികൾ അസുഖം ബാധിക്കുന്നത് ആണിത് അധികം കാട്ടുക. അത് തന്നെ എടുത്തു പറയുന്നത്, ദീർഘമായ അസുഖം ബാധിച്ച കുട്ടികൾ അസുഖത്തിൽ നിന്ന് മാറിയ വാശിക്കുട്ടന്മാരായിട്ടാണ് 10 പേര്. ഭയങ്കര വാശിയായിട്ട് ആ കുട്ടിക്ക് കുറച്ചു നേരം പനി ഇരുന്നതിന് ശേഷം വാശിയെന്നാണ്, പനിയുടെ വാശിയെന്നാ പറയാം. അല്ല, പനിക്ക് വാശിയൊന്നുമില്ല. പനിക്ക് വാശിയില്ലായിരുന്ന പനി മാറിയപ്പോൾ മാറി, ആ വാശിയോട് പനിയും പോയി. കുട്ടിയുടെ വാശി ആ സമയത്ത് നമ്മൾ കാണിച്ച ഒരു അമിതമായ പരിഗണനയിൽ ആളാണ്. അത് പനി മാറുമ്പോൾ നമ്മൾ കാണിക്കാത്തുമ്പോഴാണ് കുട്ടിക്ക് പ്രശ്നം. അപ്പൊ അസുഖം വരുമ്പോൾ പ്രത്യേകിച്ചും പിന്നെ അമിതമായിട്ടുള്ള സ്നേഹം കാണിക്കുക. ആ സമയത്താണ് താനി പറഞ്ഞ് പിടിച്ച് മുത്തിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം. ഒരു സ്നേഹം, ആ സ്നേഹം ഒരു കണക്കുണ്ട്. സ്നേഹം ഉണ്ടെന്ന് കുട്ടിക്കും അറിയാം, നമുക്കും അറിയാം. കുട്ടിക്ക് ആ സ്നേഹത്തിന്റെ വലയത്തിൽ പൊട്ടിച്ചു പോകാൻ കഴിഞ്ഞില്ല. അത് ഏത് നേരം പൊടിച്ചിട്ട് തോട് കൂടി കിടക്കുന്ന ആൾക്കാരുണ്ട്. മാത്രം അക്ഷരം പിന്നെ കുട്ടിയെ ഇപ്പൊ വെച്ചിട്ടുണ്ടാവില്ല, തോളിലുണ്ടാവും, അത് നിരത്തി വെക്കില്ല. അപ്പൊ എന്താ, കുട്ടിക്ക് പിന്നെ ഇതില്ലാതെ പറ്റൂല. ആ കുട്ടിന്റെ വിഷമം മനസ്സിലാക്കണം. അതിനെന്ത് ചെയ്യണം, ലേശം അകറ്റി നിർത്തുന്ന സമയത്ത് അകറ്റി നിർത്തുക. ഇപ്പൊ എപ്പോഴും കുട്ടിനെ കൂടെ നടക്കണമെന്നില്ലല്ലോ. ഇപ്പൊ ഇവിടേക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഗൾഫിലാവുമ്പോഴേ കുട്ടി രാവിലെ മുതൽ മണ്ടെടുത്ത് ബാപ്പനെ വന്നിട്ട് വേണം ഇതിനാണ് ഉപ്പാനെ ഏൽപ്പിക്കാനെന്നാണ്, പിന്നെ എന്റെ പണിയൊക്കെ എടുക്കാം എന്നുള്ള കാര്യമാണ് വെക്കുക. അപ്പൊ നമ്മളും തന്നെ രാവിലെ ഒരു കുട്ടിനെ കാണാത്തൊരവസ്ഥയിലല്ല. അപ്പൊ കുട്ടിനോടൊരു സ്നേഹം ഉണ്ടാവും, കാരണം കുട്ടിയെ നമ്മൾ കാണാതെ കണ്ടതല്ലേ. പക്ഷെ കാണാതെ കണ്ടതാണെങ്കിലും കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകണ കാണിച്ചത് നമ്മൾ കാണിച്ചു കൊടുക്കരുത്. അത് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ആ നിലയിലായിരിക്കും. അപ്പൊ രാവിലെ ഉമ്മാരൊന്നും അധികം അങ്ങനെ സ്നേഹം കാട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും മരിക്കുന്നോട് വിഷമം തോന്നണ്ട, കാരണം അവർക്ക് അവരുടെ പണികളും പ്രശ്നങ്ങളും ഉണ്ട്. വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നാൽ നമുക്കാണ് വലിയ പണികളൊന്നും ഇല്ലാതിരിക്കുക. അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ സ്നേഹം കാണിക്കേണ്ടി വരും. അപ്പൊ ആ സമയത്ത് കുട്ടി കേടുവരുന്ന വിധത്തിൽ സ്നേഹം കാണിക്കരുത്. സ്നേഹം കൊണ്ട് കുട്ടിനെ ഒറ്റയ്ക്ക് കളിപ്പിക്കുക, നമുക്ക് കൂടെ കളിക്കാം. അയാൾ മടിയിലിട്ട് കളിപ്പിക്കേണ്ട പ്രയാസമില്ല. അതേപോലെ കുട്ടിയുടെ കൂടെ ഓടി കളിക്കാം, പന്തിട്ട് കളിക്കാം. ഇതൊന്നും സ്നേഹത്തിന് കൂടൂല. അപ്പൊ ആ കുട്ടിക്ക് സ്വന്തമായിട്ട് നിൽക്കുന്ന ഒരു സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. അതല്ലെങ്കിൽ എത്ര വലുതായാലും ചില ആൾക്കാരുണ്ട് ഇങ്ങനെ കാളി കുട്ടി നടക്കുമ്പോൾ പിന്നാലെ എത്ര വലുതായാലും വാപ്പാന്റെ ഒരു ചെറിയ തണൽ കിട്ടിയെങ്കിലും അത് നിൽക്കാൻ പറ്റും. അതുപോലെ കുട്ടിക്ക് എന്തെങ്കിലും ആവുന്നതാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവമുണ്ട്. എൻ്റെ അതേ വയസ്സിനേക്കാൾ 2 വയസ്സ് മൂത്തൊരാള് ഞാനൊരു വീട്ടിൽ ചെന്നിട്ട് വന്നിട്ട് വന്നു. അപ്പൊ അയാള് മില്ലിലേക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പോയിട്ട് പൊരിക്കാൻ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ വാപ്പ തുണി മറക്കൂട്ടിട്ട് നമുക്ക് പോയിട്ട് കാണാതെ നേരെ മുമ്പിലാണ് മില്ല്, നോക്കിയാൽ കാണാം. ഓടിച്ചെന്ന് ആളവിടെ ഉണ്ടോ നോക്കിയിട്ട് ഒന്ന് വന്നു. അയാളുടെ അനുജൻ എന്റെ കൂടെ ഒരിക്കൽ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം. അപ്പൊ ഞാൻ യാദൃശ്യമായിട്ട് പെട്ടെന്ന് ഫോൺ കോൾ വന്ന് ഞാൻ വേറെ വഴിക്ക് പോകുന്നു. പോകേണ്ടത് 27 കിലോമീറ്റർ ഉള്ളു. അപ്പൊ ഞാനില്ല, ഒറ്റയ്ക്ക് പോകണ്ട. പിന്നെ അയാളെ വയസ്സപ്പോൾ 28 വയസ്സായി. ഒറ്റയ്ക്ക് പോകാനാവില്ല, തിരിച്ചു വെച്ചു. 28 കിലോമീറ്റർ ബസ് കയറി ഒറ്റയ്ക്ക് പോകാനാവില്ല പറഞ്ഞിട്ട് ഞാൻ ഡേക്ക് പോകാൻ എന്റെ കൂടെ പോകാമെന്ന്. കേരളത്തിൽ വേറെ എവിടെയല്ലേ, അവനാന്റെ ഭാഷയാണ്, അവനാന്റെ ബസ്സാണ്, കയറി ചോദിക്കാൻ പറ്റിയ സ്ഥലമാണ്. തിരിച്ചു പോയി. ഞാൻ അയാളെ ഈ ബുക്ക് കൊണ്ടേ വായിപ്പിച്ചു. ഇതാണ് നമുക്ക് പറ്റിയ വേണ്ടത്. അത് മനസ്സിലാക്കി എൻ്റെ ഉപ്പാന്റെ പ്രശ്നമില്ല. അതേ സമയത്ത് നമ്മളിപ്പോൾ എവിടെ പ്രശ്നം കണ്ടു കഴിഞ്ഞാലും രാത്രി ഒറ്റയ്ക്ക് ആരംഭ ഞാൻ എൻ്റെ ഉപ്പാനോട് എടുത്ത് ഉപ്പ പറഞ്ഞു വളരെ വൈകി യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. അപ്പൊ ഉമ്മ അതിനേക്കാണ് എതിർപ്പാണ് രാത്രി യാത്ര ചെയ്യുന്നത്. അപ്പൊ ഉമ്മ വളരെ ശക്തിയായിട്ടാണ് പറഞ്ഞപ്പോ ഉപ്പ പറഞ്ഞു രാത്രി റോഡൊന്നും ആരും മടക്കിയേക്കൊന്നുമില്ലല്ലോ, വൈകുന്നേരം പായ് മടക്കിയേക്കും പോലെ റോഡാരും മടക്കിയേക്കണമെന്നില്ലല്ലോ, അത് നല്ല ഒഴിഞ്ഞ റോഡേക്ക് പൊയ്ക്കണമെന്നാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കാണ് വിട്ട് വന്നുകൊണ്ട് നമുക്ക് ആ പ്രശ്നമില്ല. ഏത് പാതിരാക്ക് എങ്ങിട്ട് പോകണമെങ്കിലും പടച്ചുണ്ടാവുന്നുള്ള എനിക്ക് പോകാനേ കഴിയും. പിന്നെ ആരും എന്തൊരു പ്രശ്നം അപ്പം നോക്കാം, അത് പേടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, 6ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്നെ അലനല്ലൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോർച്ചുഗാലിൽ ഇരിക്കുന്ന വഴി പാലക്കാട് പോയിട്ട് വണ്ടി കയറി കരുനാഗപ്പള്ളിക്ക് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ കത്ത്.
6ാം ക്ലാസ്സിലേക്ക് ജയിച്ചോല്ലോ. അങ്ങനെ കരുനാപ്പള്ളിക്ക് അല്ലെന്നുണ്ടെങ്കിൽ പോസ്റ്റ് കാർഡിന്റെ സ്റ്റാറ്റസിൽ ഇന്ന ബസ് വന്നെന്ന് കാരണം വെച്ച് അത് വായിച്ചു കിട്ടിയാണ് അന്ന് പോയത്. പക്ഷെ അന്ന് അതിന്റെ ഗുണം ഇപ്പോ എവിടെ പോകുമ്പോൾ ഒറ്റ പോകുമ്പോൾ പേടിക്കൊന്നുമില്ല. അപ്പൊ അത് ചെറുപ്പത്തിലേ നമ്മളിങ്ങനെ കുട്ടികളെ ഒറ്റക്ക് വിട്ടിട്ടും ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടും ആ ഒരു സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം. ഇതൊക്കെ ഖലീഫത്തുൽ മസീഹ് സാനി വളരെ ശക്തമായിട്ട് പറയുമ്പോൾ സാനിയുടെ ഒരു വികാരത്തെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. സാനിയുടെ പ്രസംഗം പറയാണ്, എന്റെ മുമ്പിലുള്ളത് വളരുന്ന വലിയൊരു അമാനത്താണ്, അതെന്റെ മക്കളാണ്. ആ വികാരം പൂർണ്ണമായിട്ടൊന്ന് ഉൾക്കൊള്ളണം. ഖലീഫ പറയുന്നത് അതെന്റെ മക്കളാണ്, അതിന് ഞാൻ വേറൊരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ വേറൊരാൾ ശൈത്താൻ, എന്നെ എന്റെ റബ്ബ് ഏൽപ്പിച്ച മക്കളാണ്, അവരെ ഞാൻ ശൈത്താൻ കൊടുക്കൂല. അതിനെന്നെ നിങ്ങൾ സഹായിക്കണം. നിങ്ങൾ എന്റെ കൂടെ മന്നൻസാരിയിലല്ല, അള്ളാഹുവിന് വേണ്ടി എന്നെ സഹായിക്കുന്നവരാരുണ്ട് എന്ന് നിങ്ങളോട് ചോദിക്കാൻ. എന്റെ മക്കളെ നിങ്ങളുടെ കൂടെ മക്കളെയായി അള്ളാഹു കൊടുക്കാൻ വേണ്ടി എന്റെ കൂടെ നിൽക്കണം. ആ ഒരു വികാരത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ, അല്ലാതെ ഒരു വൈജ്ഞാനിക സ്വാഹം എന്ന നിലയിലല്ല. പൂർണ്ണമായിട്ടും നമ്മുടെ അള്ളാഹ് തന്ന മാനത്തിന് ശൈത്താന് കൊടുക്കുക, അള്ളാഹിന്റെ കൂടെ തന്നെ നിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇതിന്റെ ഉദ്ദേശം. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്നതാണ്.